വന്നെങ്കിൽ ഒരു ഉടുപ്പിട്ടോണ്ട് വന്നൂടെ പേങ്ങ നിനക്ക്? ഉടുപ്പിട്ട എന്റെ തല കറങ്ങുന്നമ്പ്ര. ഈ പാല് കുടിച്ചിട്ടാവും ബാക്കി കാര്യങ്ങൾ. അയ്യോ അമ്പ്രാട്ടി, പാല് കുടിക്കേണ്ടി വരും അടിയൻ ഓർത്തില്ല. കഴുതേ, നല്ലൊരു ദിവസം ആയിക്കൊണ്ട് കാലത്തെ കള്ളും വലിച്ചേറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ എന്നാടാ ബോധം വരുന്നേ? ഉള്ള ബോധം പോയി കിട്ടാനാ പേങ്ങ ശകലം മോന്തണം. അപ്പഴാ അമ്പ്രാഞ്ചൊരു വർത്താനം. എടാ പോടുന്ന ഇത്രയൊക്കെ ആയിന്ന് കരുതി തന്റെ ചുമതലകളൊക്കെ തീർന്നു എന്ന് വിചാരിക്കരുത് രാഘവൻ നേരെ. ഈ കുട്ടികളെ ഒരു നിലയിൽ എത്തിക്കേണ്ടതും കൂടി തന്റെ ചുമതലയാ. കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യുമായിരുന്നേ. എല്ലാത്തിനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉണ്ണി, ഗോപി, എല്ലാരും വാ, ഈ പാല് കുടിച്ചിട്ട് പോയി കളിക്കാം. ഉണ്ണിയും രാജി ഇപ്പോഴേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഇരിക്കുന്നു. കൊല്ലം എത്രയായി? ആ, ഉണ്ണിയൊന്നും കഴിച്ചില്ലല്ലോ. എല്ലാം മോശമായിട്ടായിരിക്കും. ഏയ്, എല്ലാം അസലായിട്ടുണ്ട്. എനിക്ക് മതിയായിട്ടാ. മോളെ, ഉണ്ണിക്ക് തോർത്തെടുത്ത് കൊടുക്കും. കുട്ടിക്കാലത്തെ കുസൃതികളൊന്നും ഞാൻ മറന്നിട്ടില്ല. രാജ്യം എവിടെ ഓർക്കാനല്ലേ? ഒക്കെ മറന്നു കാണും. മറന്നിട്ടില്ല. നന്നായി. ആട്ടെ, നിന്റെ പഴയ വാശിയും കരച്ചിലൊക്കെ ഇപ്പോഴും ഉണ്ടോ? പണ്ടൊരിക്കല് ഓലപ്പന്ത് തരാത്തതിന് എന്റെ അമ്മു നീ എന്നെ കടിച്ചതിന് പാടുതാ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അത് കാണുമ്പോഴൊക്കെ നിന്നെ പിന്നെ കാലം കുറെ ആയല്ലോടോ ശിവശങ്കരപ്പിള്ളയെ തന്നെ കണ്ടു. ചേച്ചി വരുന്നുണ്ട്. ഷാപ്പിൽ കയറ്റിയിരുത്തുവോ? മാന്യന്മാര് പിന്നെ എങ്ങനെയാണോ തന്റെ ഷാപ്പിൽ എന്താടോ മേമനക്കാരിസിനെ കണ്ടിട്ട് നിനക്ക് മാന്യനായി? നമുക്കിന്ന് പിന്നാമ്പറത്തിരിക്കും. ആ ശിവശങ്കർ പിള്ളെ കണ്ടാ എനിക്ക് തല്ലാൻ തോന്നും. ശരിയാ, ഒരു കുപ്പി അകത്ത് എന്നാ എനിക്കും കൈതരിക്കും. അമ്മോ, ഒരു 2 കുപ്പി അങ്ങ് പിന്നാമ്പറത്തേക്ക്. ഇതെന്താ ഇവിടെ? ഷാപ്പിനകത്ത് ചില അലവലാദികൾ. അതുകൊണ്ട് മാന്യന്മാർ അടുക്കളപ്പുറത്തേക്ക് പോന്നു അല്ലേ? അതല്ല, ഇവിടെ ആവുമ്പോ രാധയോട് ഇത്തിരി മിണ്ടിയും പറഞ്ഞു ഇരിക്കാവല്ലോ. ആഹാ, മിണ്ടിയും പറഞ്ഞ ഒടുവിലിന്റെ പൊരക്കാത്തേറി ഇരിക്കുമല്ലോ ഈ കണക്കിന്. അതിന് സമയ സന്ദർഭമൊക്കെ ഒത്തുവരട്ടെ എന്ന് കരുതി. അയ്യടാ, പൂതി കൊള്ളാം. നിന്റെ അച്ഛൻ ചെറുകിളിയായല്ലോടി. ഇതിനുള്ള കാശില്ല. വേണ്ട രാധേ. ഇത് കാശിനല്ല, വെറുതെയാ. വെറുതെ? എന്നെ കാണാൻ ദിവസവും വരുന്ന ആളല്ലേ, സ്നേഹം കൊണ്ട് തരുന്നതാ. ആഹാ, അപ്പൊ പിന്നെ ഞാൻ വേറെ ആരെ കാണാൻ അവിടെ വരുന്നത്? കരിമീൻ എനിക്കിറങ്ങൂലേ? ഇന്നാ ഇതും സ്നേഹം കൊണ്ടാണോ? അപ്പോ ഇതിനും കാശ് മേടിക്കില്ലായിരിക്കും അല്ലേ? അപ്പൊ എനിക്ക് താറാമട്ടയില്ലേ? എന്നോട് സ്നേഹമില്ലേ? അതെ, ഒരാളോടുള്ള സ്നേഹമല്ല മറ്റൊരാളോട്. അതുകൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഒന്ന് പോവാം. ഓ, പെണ്ണിന്റെ ഒരു നാണം. എത്ര നാളായി നിന്നെ നോട്ടോടുന്നു. ബോട്ടിൽ കയറി പെണ്ണേ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ബോട്ടിൽ കയറി നിന്റെ തന്ത പൂസായി വീട്ടിലെത്തുന്നതിന് മുമ്പ് കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലേ? നാണല്ലോ തനിക്ക്. തേങ്ങന്റെ മോളെടുത്താ നേമനെ കൊച്ചുകണിക്കയുടെ ശൃംഗാരം. അതിലാണ് ആക്ഷേപമെങ്കിൽ വേണ്ട. പേങ്ങന്റെ മോളല്ലെങ്കിൽ ചെല്ലപ്പൻ പിള്ളയുടെ മോളാലും മതി. പെണ്ണായിരിക്കണം, സുന്ദരിയായിരിക്കണം, അത്രേ എനിക്കുള്ളൂ. തൊട്ടുപോയി തന്നെ. ദേഷ്യം വരുമ്പോഴാണ് നിനക്ക് കൂടുതൽ ഭംഗി. വാ, നമുക്ക് ആലപ്പുഴയിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം.
പറയണം. എവിടെയുള്ള പാർട്ടി കേന്ദ്രം? പറയാം. ഈ സാധനം ഇവിടെ നിർത്തേ. ഇൻസ്പെക്ടർ സർ, ബോട്ടിൽ നിന്നും 3 കേസ് മദ്യം നിങ്ങൾ പിടിച്ചു എന്ന് സത്യം തന്നെ. എന്നാൽ ആ മദ്യം ഞങ്ങളുടേതാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല മിസ്റ്റർ സബ് ഇൻസ്പെക്ടർ. ഒരു കേസ് പിടിച്ചാൽ അത് കോടതിയിൽ എങ്ങനെ തെളിയിക്കണമെന്ന് പഠിച്ചതിന് ശേഷമാണോ കാക്കിക്കുപ്പായിട്ട് പണിക്കിറങ്ങിയത്? ബോട്ട് റപ്പായി വാടകയ്ക്കെടുത്താണ്. അയാൾ അതിൽ എന്ത് കയറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അറിയേണ്ട ആവശ്യവുമില്ല. അയ്യോ, മാത്രമല്ല വ്യാജമദ്യം പിടിക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. അവിടെ എനിക്ക് ഇഷ്ടംപോലെ ആളുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ആ പഴുത് ആദ്യം അടച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ ദിനേശ്, നിങ്ങൾ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. എനിക്ക് കുപ്പിവിലയെ നഷ്ടമുള്ളടാ. കാണട്ടെ നിന്റെ ഒരു തെളിവ്. വാടാ. നീ ഒറ്റ കൊടുക്കുവല്ലടാ സാർ. ഇത് ആഭ്യന്തരമന്ത്രിയാണ്. അളയാ, ഞാനാ ചാണ്ടിക്കുഞ്ഞ്. നീ അവിടെ ഇരുന്ന് എനിക്കിട്ട് ശരിക്ക് പണിയുന്നുണ്ടല്ലോ. ഇന്ന് കാലത്ത് പാർട്ടി സെക്രട്ടറിയാ എന്നെ വിളിച്ചുണർത്തിയത്. കുട്ടനാട്ടിലെ ക്രമസമാധാന നില തകർന്നെന്നും നിന്നെ സ്ഥലം മാറ്റാതെ രക്ഷയില്ലെന്ന് അയാൾ. നിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ പാർട്ടിയുടെ ക്രമസമാധാന നില തകർക്കും എന്ന് ഞാനും. അതിൽ സെക്രട്ടറി ഒന്നിറങ്ങി. അതൊന്നും സാരമില്ല, നീ നിന്റെ സ്വന്തം തടി സൂക്ഷിച്ചാൽ മതി. അവറ്റകൾ എന്തിനും മടിക്കാത്തവരാണെന്നാ കേട്ടത്. ചാണ്ടിക്കുഞ്ഞ് ഈ കസേരയിൽ ഉള്ളിടത്തോളം കാലം നിന്നെ അവിടുന്ന് മാറ്റുന്ന പ്രശ്നമില്ല. പോരെ? നേരം കിട്ടണ്ടേ ഉണ്ണി. എനിക്കിവിടെ നിന്ന് തിരിയാൻ സമയമില്ല. പഠിക്കുന്ന കാലത്ത് നമ്മളെ തല്ലിയ പോലീസുകാരെ വിരട്ടി രസിക്കാവല്ലോ എന്ന് കരുതിയ ആഭ്യന്തരമന്ത്രി കസേര തന്നെ വേണമെന്ന് ഞാൻ കയറി നിർബന്ധിച്ചത്. അത് കുരിശായി അളിയാ, കുരിശായി. ഏതായാലും കെണിഞ്ഞു. എന്നാ പിന്നെ ആരക്കായി നോക്കാമെന്ന് ഞാനും കരുതി. എന്നെങ്കിലും ഒരു ഒഴിവ് കിട്ടിയാൽ ഞാൻ വരും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ എന്തെങ്കിലും ഔദ്യോഗിക പരിപാടി വേണം. എന്തെങ്കിലും മതി. വല്ല പൊതു കക്കൂസിന്റെ ഉദ്ഘാടനമായാലും മതി. വെക്കട്ടെ? ഓക്കെ. രാജി, രാജി ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. നിന്നെ കാണാനല്ലേ ഞാൻ വന്നത്. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങി വേണ്ടേ? എന്നെ അത്രയ്ക്ക് പേടിയാണോ? പേടിക്കണ്ട, ഞാനൊരു പാവടി പെണ്ണ. എന്നെ ഇഷ്ടമല്ലേ? വീട്ടിൽ ആണുങ്ങളില്ലാത്ത നേരത്ത് പോലീസേമാൻ എന്താടാ കാര്യം? അത് ഞാൻ നിങ്ങളെ കാണാനാ വന്നത്. പറയല. സത്യം പറടാ, നീ ആരെ കാണാനാ വന്നത്? എത്ര നാളായടാ തൊഴിൽ തുടങ്ങിയിട്ട്? ഗോപി പ്ലീസ് വിട്. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇങ്ങനെ എന്താ എന്താ ബഹളം? അമ്പടി കള്ളി. ഉണ്ണിയെ തൊട്ടപ്പോ മിണ്ടാപ്പൂച്ചൊരു ഒച്ച ഉങ്ങി കേട്ടില്ലേ? അങ്ങനെയാടാ പെണ്ണുങ്ങള്. ആങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണി, ഇതിന് ചെലവ് ചെയ്യണം ഇന്ന് തന്നെ. ആഹാ, അത്രക്കായോ? രാമവാര്യ ഞാനൊന്ന് കാണട്ടെ. അച്ഛൻ വരുന്നുണ്ട്, കാര്യം പറയാനാ ഞാൻ വന്നത്. രാമവാര്യ വരുന്നോ? എപ്പോ? നാളെ.
അകത്തേക്ക് വരാമോ? വരാം. ഈ വാതിൽ ചാരുന്നതിൽ വിരോധമുണ്ടോ? കാരണവന്മാരുടെ കാലം തൊട്ടേ ഈ നാട്ടിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ തറവാട്ടിൽ വരാറാണ് പതിവ്. കാലം മാറി വരികയല്ലേ? അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ഇരിക്കാം. അപ്പോ എന്നെ ഇരുത്താനുള്ള ഒരു ശ്രമമാണല്ലേ? മനസ്സിലായില്ല. അത് പ്രായത്തിന്റെ കുഴപ്പമാണ്. ഈ പ്രായത്തിൽ പലതും മനസ്സിലാവില്ല. വ്യക്തമായി കാര്യം പറഞ്ഞ കൊള്ളാം. എനിക്ക് വേറെ ജോലിയുണ്ട്. പറയാം. വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ എന്തിനും ഒരു തുടക്കം വേണ്ടേ? കാര്യം പറയൂ. കാരണവന്മാരുടെ കാലം തൊട്ട് ഞങ്ങൾ ഈ കരയിലെ ജന്മിമാരായിരുന്നു. ജന്മിത്വം അവസാനിപ്പിച്ച് ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോ ഞങ്ങൾ കച്ചവടത്തിലേക്കും വ്യവസായത്തിലേക്കും കടന്നു. ഞാനായിട്ടാ അതെല്ലാം തുടങ്ങി വെച്ചത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പല ബിസിനസ്സും ചെയ്താണ് ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്നത്. തേങ്ങ, വെളിച്ചെണ്ണ, കൊപ്ര, കയറ്, പണയ വ്യാപാരം, അങ്ങനെ പലതും. കൂടാതെ നെൽകൃഷി. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഓ, നന്നായി. ഈ ബിസിനസ് എല്ലാം നേരാമണ്ണം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കൂടിയേ തീരൂ. അങ്ങനെ നിർബന്ധിക്കരുത്. വേണ്ട, ഞങ്ങളുടെ വഴി മുടക്കാതിരുന്നാ മതി. നക്കാപ്പിച്ച വാങ്ങിക്കുന്നവർ എരപ്പാളിയല്ല താൻ എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ എനിക്ക് തന്നോട് ബഹുമാനം. എന്താ തന്റെ ലക്ഷ്യം? പണമാണോ? ഉദ്യോഗക്കയറ്റമാണോ? അതോ ഇനി മറ്റു വല്ല വിഷയമുണ്ടോ? എന്ത് തന്നെ ആയാലും ഈ മാധവ പണിക്കർക്ക് നിഷ്പ്രയാസം സാധിച്ചു തരാവുന്നതേ ഉള്ളൂ. പറഞ്ഞോ? നിർത്തോ. വീട്ടിൽ വന്ന് കയറിയ ഒരാളെ ഇറക്കി വിടുന്നത് എന്റെ മര്യാദക്ക് ചേർന്നതല്ല. പക്ഷെ തന്നെ പോലത്തെ ഒരു ചെറ്റയോട് മര്യാദ ആവശ്യമില്ല. ഇറങ്ങിപ്പോളൂ. ഉടക്കാൻ നിൽക്കണ്ട ചെക്കനെ. ഏതവനായാലും എതിർക്കുന്നവനെ കായലി കെട്ടിത്താഴ്ത്തുന്ന പാരമ്പര്യം മേമന തറവാട്ടുകാർക്കുണ്ട്. അത് നിനക്ക് അറിഞ്ഞുകൂടാ. നന്നായി അറിയാമടോ. ഈ കായലിൽ മുങ്ങിത്തപ്പിയ താൻ കൊന്നുതള്ളിയവരുടെ കൂട്ടത്തിൽ ഒരു പാവം വാരസ്യരുടെ അസ്ഥികൂടവും കാണും. എന്റെ അമ്മയുടെ ഈ കായലോരത്ത് കൂടിയ താൻ തല്ലി ഒടിച്ച കാലും വലിച്ച് എന്നെയും കൊണ്ട് എന്റെ അച്ഛൻ ഓടിപ്പോയത്. തന്റെ പാരമ്പര്യം എന്നേക്കാൾ നന്നായി അറിയാവുന്ന ആരുണ്ടോ? അവൻ പറഞ്ഞത് ശരിയാടോ പണിക്കരെ? രാമവാര്യർ. താൻ എന്റെ പേര് മറന്നില്ല. ചത്തില്ലടോ പണിക്കരെ, ഞാൻ ചത്തില്ല. എനിക്ക് അങ്ങനെ അങ്ങ് ചാകാൻ പറ്റുമോ? പണ്ട് താൻ എന്നെ തല്ലി ഓടിച്ച വരമ്പിൽ കൂടെ നാട്ടുകാര് മുഴുവൻ സാക്ഷി നിൽക്കെ തന്റെ കയ്യിൽ ആമം വെച്ച് എന്റെ മോൻ കൊണ്ടുപോകുന്ന എനിക്ക് കാണണം. അതിന് മാത്രമാണോ ഞാൻ ജീവിച്ചിരിക്കുന്നേ? ഇപ്പൊ എന്റെ ലക്ഷ്യം അങ്ങൊന്നിന് മനസ്സിലായി കാണുമല്ലോ. ഇറങ്ങിപ്പോടോ. ബോട്ട് അടുപ്പിക്കടാ. രാമവാര്യരുടെ ഭാര്യയാണല്ലേ? വാരസ്യാർ.
വാരനില്ലായിരിക്കും. ഞാനിവിടെ ഉണ്ട്. അല്ല, ആര് മാധവപ്പണി എത്തിയോ? വാരൻ ഇവിടെ താമസമാക്കിയ പിന്നെ ഒന്ന് വരാനോ എല്ലാരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാനോ തരായില്ല. ശാരദയ്ക്ക് മനസ്സിലായില്ലോ? ഓ, മാധവപ്പണിക്കര്, മേമന മാധവപ്പണിക്കര്. ഈ കരയുടെ പകുതിയും ഇദ്ദേഹത്തിന്റെ വകയാണ്. ഏയ്, അത്രയൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ ഒരു ചെറിയ കൃഷിക്കാരൻ, അത്രേ ഉള്ളൂ. ആ കേട്ടോ വാരരെ, ഒരു അന്യനാട്ടിലാ വന്നു പെട്ടത് എന്നുള്ള വിചാരം വേണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം, മടിക്കണ്ട. ഭാര്യർക്ക് മാത്രമല്ല, എല്ലാവർക്കും. അല്ല, ഇറങ്ങിയാൽ കയറിയിരുന്ന് ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാം. ഇപ്പൊ വേണ്ട, ഇനിയും വരാലോ. വിട്ടോളൂ. വാരല്ലേ? വന്നില്ലല്ലോ, വൈകുന്നേരമാവും. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം ഇങ്ങെടുത്താട്ടെ. പുറത്തിരിക്കുന്നത് ആരും കാണണ്ടെന്ന് കരുതി ഏറെ നാളായി മോഹിക്കുന്നു. ഇപ്പോഴാ ഒരു അവസരം കിട്ടിയത്. അച്ഛൻ എനിക്ക് ചായ പെൻസിൽ കൊണ്ടുവരുമോ? പിന്നെ ചായ പെൻസിൽ മാത്രം മതിയോ? പടം വരയ്ക്കാൻ ബുക്കും വേണ്ടേ? അതും വേണം. പക്ഷേ നല്ല കുട്ടിയായിട്ടിരിക്കണം. കൂട്ടുകാരോടൊന്നും വരക്കരുത്, വികൃതി കാട്ടി അമ്മയെ വിഷമിപ്പിക്കരുത്. ശരി അച്ഛാ. ശാരദയെ വേഗം ആട്ടെ, നേരം വൈകി. ഇന്നെന്താ ഒക്കെ പതുക്കെയാണല്ലോ. എന്താ നിനക്കൊരു വല്ലായ്യ? സുഖല്ലേ? ഒന്നുമില്ല. വാര്യരേ, ഏതായാലും കടവ് വരെ ഒരു കൂട്ടായല്ലോ. രാഹുൽ നാരെ എവിടേക്കാ? കോട്ടയം വരെ ഒരു കല്യാണ നിശ്ചയമുണ്ട്. നാളെ തിരിച്ചു വരൂ. ഇതെടാ.